നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 LBSൻ്റെ BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള കുട്ടികളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ് എന്നിവ വെരിഫൈ ചെയ്തതിന് ശേഷം ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ 26-ാം തീയതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ജൂൺ 28-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജൂൺ 28-ാം തീയതി പബ്ലിഷ് ചെയ്തു വരുന്ന നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും റിമാർക്സുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജൂൺ 28-ാം തീയതി മുതൽ ജൂലൈ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള തെറ്റുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ LBSൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യമായ ഡോക്യുമെൻറ്റ്സുകൾ കളക്ട് ചെയ്തതിന് ശേഷം വേണം തെറ്റുകൾ തിരുത്തുവാൻ. അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഡേറ്റ വെരിഫൈ ചെയ്ത് പബ്ലിഷ് ചെയ്ത് വരുന്നത്. പബ്ലിഷ് ചെയ്തു വരുന്ന നിങ്ങളുടെ സ്റ്റാറ്റസിൽ എന്തൊക്കെ രേഖകളാണ് ഇല്ലാത്തത് എന്നും എന്തൊക്കെ കാര്യങ്ങൾ ആണ് അപ്രൂവ് ചെയ്യാത്തത് എന്നും കാണുവാനായിട്ട് സാധിക്കും. പബ്ലിഷ് ചെയ്തു വരുന്ന നിങ്ങളുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് റിമാർക്സ് കോളത്തിൽ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള LBS സെൻറ്ററിലേക്ക് രേഖാമൂലം അറിയിക്കുകയും ചെയ്താൽ കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ നൽകിയ സമയത്ത് കൊടുത്തിട്ടില്ലാത്ത പുതിയതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളൊന്നും ആപ്ലിക്കേഷൻ ടൈമിൽ കൊടുക്കാത്ത പുതിയ ഡോക്യുമെൻറ്റ്സുകൾ കറക്ഷൻ ടൈമിൽ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുകയില്ല. അപേക്ഷകൾ താൽക്കാലികമായി നിരസിക്കുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഏത് കാരണത്താലാണോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അപ്രൂവ് ആകാത്തത് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നും നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആക്ടിവിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി SSLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നോൺ കേരളീയ ആയിട്ടുള്ള കുട്ടികൾ അത് തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് വേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം. അതിനുവേണ്ടി ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ തെറ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്ഷൻ ടൈമിൽ അത് മാറ്റി SSLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. SC/ST വിഭാഗത്തിലുള്ളവർ 3 വർഷത്തിൽ കുറയാത്ത വാലിഡിറ്റി ഉള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസീൽദാറിൽ നിന്നുള്ളതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സുകളുടെയൊക്കെ കാലാവധി കഴിയാത്തതും അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ടുള്ളതും ആയിരിക്കണം. ക്ലിയർ അല്ലാത്തതും കാലാവധി കഴിഞ്ഞതുമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അത് റിമാർക്സ് ആയിട്ട് കാണിക്കുന്നതാണ്. മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും റിമാർക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അല്ല എങ്കിൽ ക്ലിയർ അല്ലാത്ത രീതിയിലായിരിക്കും മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും റിമാർക്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് 2 കാരണത്താലായിരിക്കും. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുകളാണ് ഒറിജിനൽ മാർക്ക് ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അത് ക്ലിയർ ആയിട്ടുള്ളതും ആയിരിക്കണം. ചില കുട്ടികൾ ചില വിഷയങ്ങൾ 2024 പാസ്സാവുകയും മറ്റ് ചില വിഷയങ്ങൾ മുൻ വർഷങ്ങളിൽ പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ 2 മാർക്ക് ലിസ്റ്റുകളും ഒന്നിച്ച് ഒരു PDF ഫയലായിട്ട് ആക്കി വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാൻ. CBSE, ISC, അതർ സ്റ്റേറ്റ് ബോർഡ്, ഓപ്പൺ സ്കൂൾ പഠിച്ചവരും മാർക്ക് ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ പാസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നവ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് മാർക്ക് ലിസ്റ്റിൽ എന്തെങ്കിലും റിമാർക്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള മാർക്ക് ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് ചെയ്തെടുക്കുന്ന ഡോക്യുമെൻറ്റ്സുകൾ കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ളതും അതിൽ വ്യക്തമായി ബോർഡിൻ്റെ പേരും വർഷവും ഉണ്ടായിരിക്കണം. ഗ്രേഡ് മാത്രം കാണിച്ചിട്ടുള്ള മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നവർ, അതായത് ABC അങ്ങനെയുള്ള ഗ്രേഡ് കാണിക്കുന്ന മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളവർ ഗ്രേഡ് ടു പെർസെൻറ്റേജ് കൺവേർഷൻ കാണിക്കുന്ന പേജും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ള റിമാർക്സുകൾ ഇതിൽ നിന്നും മനസ്സിലാക്കി നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ വീണ്ടും വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അത് പബ്ലിഷ് ചെയ്ത് വരികയുള്ളൂ. അതിന് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് 28-ാം തീയതി മുതൽ ജൂലൈ 5-ാം തീയതി വരെയാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത്. ആ സമയത്ത് തെറ്റുകൾ, റിമാർക്സുകൾ കറക്റ്റ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് വീണ്ടും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ സ്റ്റാറ്റസിൽ പബ്ലിഷ് ചെയ്ത് വരികയുള്ളൂ. പബ്ലിഷ് ചെയ്ത് വരുന്ന നിങ്ങളുടെ മാർക്കിൽ, അതായത് LBS പബ്ലിഷ് ചെയ്യുന്ന നിങ്ങളുടെ മാർക്ക് കറക്റ്റായിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. അത് കറക്റ്റ് അല്ല എങ്കിൽ അടുത്തുള്ള LBS സെൻറ്ററിനെ രേഖാമൂലം, അതായത് ആ മാർക്ക് ലിസ്റ്റിൻ്റെ ഫോട്ടോ സഹിതം നിങ്ങൾ അറിയിക്കുകയും തിരുത്തുകയും ചെയ്യണം.
ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും നഷ്ടപ്പെടും. LBS പബ്ലിഷ് ചെയ്യുന്ന നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലും അതുപോലെ മറ്റുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ് എന്നിവയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ അത് നിങ്ങൾ രേഖാമൂലം, അതായത് അതിൻ്റെ പ്രൂഫ് സഹിതം നിങ്ങൾ അത് LBSനെ മെയിൽ അയച്ച് അറിയിക്കുകയും അത് തിരുത്തുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാലും അത് ക്യാൻസൽ ആകുന്നതാണ്. മൈനോറിറ്റി റിസർവേഷൻ ഉള്ള കോളേജുകൾ LBSലുണ്ട്. ആ റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അഥവാ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് ആ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് പർപ്പസിനുള്ളതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സെൻട്രൽ പർപ്പസിനുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളവരുടെയും റിമാർക്സുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ റിമാർക്സുകൾ വന്നിട്ടുള്ളവർ സ്റ്റേറ്റ് പർപ്പസിനുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കറക്ഷൻ ടൈമിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. EWS സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളവരുടെ EWS സർട്ടിഫിക്കറ്റിൽ ആനുവൽ ഇൻകം 4 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. അതുപോലെ അതിൽ ഫിനാൻഷ്യൽ ഇയർ 2023-2024 എന്നും ആയിരിക്കണം. 4 ലക്ഷം രൂപയിൽ താഴെ വരുമാനം കാണിക്കാത്തതും ഫിനാൻഷ്യൽ ഇയർ കറക്റ്റ് അല്ലാത്തതുമായ EWS സർട്ടിഫിക്കറ്റുകളും പരിഗണിക്കില്ല. OEC വിഭാഗത്തിലുള്ളവർ ഫീസ് കൺസെഷൻ ലഭിക്കുന്നതിന് വേണ്ടി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫിഷർമാൻ കാറ്റഗറിയിലുള്ളവർ ഫിഷറീസ് ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ അവരുടെ പാസ്ബുക്ക് എന്നിവ അതിനുവേണ്ടി പരിഗണിക്കുന്നതല്ല. ഫിഷറീസ് ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സ്പെഷ്യൽ റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എക്സ് സർവീസ്മാൻ, ഡിഫൻസ്, പാരാമിലിറ്ററി എന്നീ വിഭാഗത്തിൽ ഉള്ളവർ അതുമായി ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഓരോ റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ കാലാവധി കഴിയാത്തതും അതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ളതും ആയിരിക്കണം. അതിൽ എല്ലാ ഡേറ്റുകളും കൃത്യമായിട്ട് കാണുകയും വേണം. വ്യക്തമല്ലാത്തതും കാലാവധി കഴിഞ്ഞതും കംപ്ലീറ്റ് ആയിട്ട് ഉള്ളതും അല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ ഇതിനു വേണ്ടി പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവ വ്യക്തമായിട്ട് സ്ക്രീനിൽ നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം സബ്മിറ്റ് ചെയ്യുവാൻ. ഓരോ കുട്ടികളും അവരുടെ അക്കാഡമിക് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങൾ തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ അത് ചെക്ക് ചെയ്തതിന് ശേഷം തെറ്റുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ പബ്ലിഷ് ചെയ്തു വരുന്ന നിങ്ങളുടെ മാർക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള പേഴ്സണൽ ഡീറ്റെയിൽസിൽ റിസർവേഷൻ്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അത് നിങ്ങളുടെ അടുത്തുള്ള LBS സെൻറ്ററിനെ രേഖാമൂലം അറിയിക്കുകയും പ്രൂഫ് സഹിതം അറിയിക്കുകയും അത് തിരുത്തുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫീസ് കൺസെഷനും അതുപോലെ മറ്റ് റിസർവേഷനും ഉണ്ടെങ്കിൽ അത് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ ക്യാൻസൽ ആവുകയും ചെയ്യും. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തിരുത്തലുകൾ ചെയ്യുവാനുണ്ടെങ്കിൽ അത് റിമാർക്സ് കോളത്തിൽ പബ്ലിഷ് ചെയ്തു വരുന്ന നിങ്ങളുടെ സ്റ്റാറ്റസിൽ അവിടെ റിമാർക്സ് എന്നുള്ളൊരു കോളം ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം രേഖാമൂലം അത് അടുത്തുള്ള LBS സെൻറ്ററിനെ അറിയിക്കുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ റിമാർക്സുകൾ കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അതിന് കുറച്ച് സമയമെടുക്കും. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ LBSനെ അത് രേഖാമൂലം അറിയിക്കുകയും തിരുത്തുകയും ചെയ്യണം. കുറച്ച് കുട്ടികളുടെയൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷമുള്ള ഡേറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും റിമാർക്സുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ 28-ാം തീയതി മുതൽ ജൂലൈ 5-ാം തീയതി വരെയാണ് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സ്റ്റാറ്റസ് ഇതുവരെയും കംപ്ലീറ്റ് അല്ലാത്ത കുട്ടികൾ വെയിറ്റ് ചെയ്യണം. ജൂൺ 28-ാം തീയതി വരെ അതിനുള്ള സമയമുണ്ട്. ജൂൺ 28-ാം തീയതി എല്ലാവരുടെയും സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലെ തെറ്റുകൾ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്.